ചേച്ചി നീ ഇതെല്ലാം എടുത്ത് നോക്കിയോ? ഇത് എങ്ങനെ ഇതുപോലെ നശിപ്പിച്ചു കളയാൻ തോന്നുന്നു ചേച്ചി? എന്തുമാത്രം വൈരാഗ്യം ഉണ്ടായിട്ടാ? നീ ഇത് അവിടെ വെച്ചേക്ക് മോളെ. അതിനി ഒട്ടിച്ചു വെക്കാനോ തുന്നി ചേർക്കാനോ ഒന്നും പറ്റില്ലല്ലോ. ആ വിഷയം വിട്ടേക്ക്. ചേച്ചി അത് അങ്ങനെ വിട്ടാ പറ്റില്ല. ചേച്ചി അച്ഛന്റെ അടുത്ത് പറഞ്ഞു. ഇല്ല, അച്ഛനും കേട്ടെ, ഞാൻ പറയും. എന്റെ മോളെ അതൊക്കെ പറയാൻ പോയ വലിയ വിഷയവും. ഇതിനെ വെറുതെ വിടണോ? അതൊന്നും ശരിയാവത്തില്ല. നമുക്ക് സാവകാശം പറയാം. നീ ഇത് വലിയ വിഷയമായിട്ട് കാണാതിരുന്നാ മതി. ഇത് രണ്ട് അടിയുടെ കുറവല്ലേ? നീ ഇത് അവിടെ വെച്ചിട്ട് വന്ന് നിന്റെ സ്പെഷ്യൽ കോഫി റെഡിയാ. അത് അവിടെ ഇരുന്ന് തണുത്തു പോവും. വന്നേ, വാ വാ കുടിക്ക് വാ. എവിടെ ആയിരുന്നു കഴിഞ്ഞ 2 ദിവസം? വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ തിരിച്ചു വരാനുള്ള ചിന്തയൊന്നും ഇല്ലല്ലേ? എനിക്ക് മനസ്സിലായി. എന്നെ 2 ദിവസം മിസ് ചെയ്തു അല്ലേ? ഓ ബിസിയെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് വേണ്ട, ഞാൻ ജോലിയിൽ പോയിരിക്കും. ഹോസ്പിറ്റലിലെ വിശേഷം എന്തുണ്ടച്ചാ? അതെല്ലാം അങ്ങനെ തന്നെ പോകുന്നു. അച്ഛന് സുഖല്ലേ? എന്റെ കാര്യം ഇവിടെ, നീ ഹാപ്പിയാണോ? നല്ല യാത്രയായിരുന്നു. കാണാൻ ആഗ്രഹിച്ചവരെ എല്ലാം കണ്ടു. രേവതി കുട്ടി സുഖമായിരിക്കുന്നു? അച്ഛനെ ക്ഷേമാന്വേഷണം അറിയിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൊല്ലത്ത് പോയി ചിന്നുമോളെ കണ്ടു. രേവതി കുട്ടിയുടെ റിലേറ്റീവ്സ്? അതൊരു കഥയാ, പിന്നെ പറയാം. ആയിക്കോട്ടെ. ഞാൻ പോയി ഗേറ്റ് അടക്കട്ടെ അച്ഛാ. ഇനി ആരും വരില്ലല്ലോ. ഇനി ആര് വരാനാണ്? പാമോളെ, ഇതെന്താണ് ബാഗ് ആയിട്ട്? നീ ഉള്ളത് പോകണോ? അച്ഛനൊരു സംഗതി കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. എന്ത് സംഗതി? ബാഗിനകത്ത് കിളിക്കുഞ്ഞ് കയറിയിരിക്കുക. ഇത് കണ്ടോ? അയ്യോ, എന്താ ഇത്? ഇതെന്ത് പറ്റിയത്? എലി വെട്ടിയോ? എലി തന്നെ, പക്ഷെ കത്രിക ഉപയോഗിക്കാൻ അറിയാവുന്ന എലിയാ. ഇത് ആരെ വെട്ടിക്കളഞ്ഞേ? എടി എന്താന്ന് പറ. അച്ഛന് മനസ്സിലായില്ലേ? ഇത് അലീന ചേച്ചിയുടെ ബാഗാ. ഈ ചുരിദാർക്ക് അലീന ചേച്ചിയുടെയാ. ചേച്ചി എറണാകുളത്ത് നിന്ന് പോയിട്ട് വന്ന് നോക്കുമ്പോ കുറെ ഡ്രസ്സ് കത്രിക വെച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. എടി ഇത് ആര് ചെയ്തെന്ന് പറയാൻ? സാക്ഷികളില്ല അച്ഛാ. അലീൻ എന്നോട് ഈ കാര്യം പറഞ്ഞില്ലല്ലോ. അച്ഛനോട് പറയത്തില്ല. അത് എന്നോട് പറഞ്ഞാല് അച്ഛൻ വഴക്കുണ്ടാക്കും. പിന്നെ വഴക്കുണ്ടാക്കാതിരിക്കാൻ പറ്റുമോ? ഈ പന്നത്തരം കാണിച്ചു വെച്ചാൽ വെറുതെ പറഞ്ഞോ? അച്ഛനല്ലോ ഇത് ചെയ്തത്. നീ എന്നെ ചോദ്യം ചെയ്യാൻ വന്നാ? ഞാനും ചെയ്തിട്ടില്ല. പിന്നെയുള്ളത് രോഹിണ്ണും ബബിതേച്ചിയാ. ആദ്യം നീ പോയി അലീനെ വിളിക്കും. ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോ എന്നോടല്ലേ ആദ്യം പറയേണ്ടത്? ചെല്ല് വിളിച്ചോണ്ടോ. എന്തൊക്കെയാണ് ഈ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അലീന ചേച്ചി, അലീന ചേച്ചി. എന്തോ എന്താടി? അച്ഛൻ വിളിക്കുന്നു. എന്നെയോ? മോളോട്ട് ചെല്ലാൻ പറഞ്ഞു. വഴക്കിട്ട്. ഞാൻ എന്നാ ചെയ്തിട്ടാ? ചുമ്മാ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. പേടിയുണ്ട്. നീ കാര്യം പറ. അങ്ങോട്ട് ചെല്ല്. അച്ഛനെന്തോ സംശയം ചോദിക്കാൻ വേണ്ടിയാ. എന്നതാ കേസ്? അലീന ചേച്ചിയുടെ ഡ്രസ് മുഴുവൻ ആരോ കത്രിക കട്ട് ചെയ്ത് വെച്ചിരിക്കും. അത് അച്ഛൻ എങ്ങനെ അറിഞ്ഞു? അച്ഛൻ എങ്ങനെ അറിഞ്ഞു? അപ്പൊ ചേച്ചിക്ക് അറിയാറുണ്ട്. എനിക്കോ? ഞാൻ എങ്ങനെ അറിയാനോ? അലീന ചേച്ചിയുടെ ഡ്രസ് കത്രിക മുറിച്ചിട്ടു എന്ന് പറയുമ്പോ ആരും മുറിച്ചിട്ടോന്നല്ലേ ചോദിക്കേണ്ടത്? ചേച്ചി എന്താ ചോദിച്ചത്? അച്ഛൻ എങ്ങനെ അറിയും? അതായത് അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നായിട്ട് ബബിതേച്ചിക്ക് അറിയാന്നല്ലേ? എനിക്കറിയാം, അങ്ങനെ ഒരു സംഭവം നടന്നു. ആര് കട്ട് ചെയ്തു? അവളുടെ അമ്മയുടെ പ്രേതം. അച്ഛൻ വിളിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ തന്നെ പറയണേ. നിനക്ക് എന്നാത്തിന്റെ സൂക്കേടാടി? അച്ഛൻ്റെ അടുത്ത് കൊണ്ട് കൊളുത്തി കൊടുക്കാഞ്ഞിട്ട്. ആരാ ഈ ദുഷ്ടപ്രവൃത്തി ചെയ്തേന്ന് അറിയണ്ടേ? അറിഞ്ഞിട്ട് പെണ്ണെ കിട്ടാനാ? എനിക്കൊന്നും കിട്ടാനില്ല. ബബിതേച്ചിക്ക് ചിലപ്പോ കിട്ടിയേക്കാം. അച്ഛനെന്നെ തല്ലുവോ? എങ്കിലേ നാളെ നേരം വെളുക്കുമ്പോഴേക്കും അവളുടെ മുഴുവൻ ഡ്രസ്സും ഞാൻ കത്രിയൊക്കെ കട്ട് ചെയ്യും. അവൾ ഉറങ്ങി കിടക്കുമ്പോഴേ അവളുടെ മുടി ഞാൻ കട്ട് ചെയ്യും. അവളെ മുട്ട തലച്ചാക്കും. ഇയാൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അച്ഛനെ വിളിക്കട്ടെ, ഞാൻ പറഞ്ഞോളാം. അച്ഛാ, നീ വാ, കുറെ എണ്ണം കട്ട് ചെയ്ത് നശിപ്പിച്ചല്ലോ മോളെ. ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്കൂട്ടി തയ്ക്കാൻ പോലും പോയി. ആർക്കും ഉപകാരം ഇല്ലാതെ പോയല്ലോ. ചുരിദാറ പോയാലും വിഷമിക്കണ്ട. ഇതാരാ ചെയ്തെന്നല്ലോ. അറിയില്ല അച്ഛാ. കൃഷ്ണമോളെ എന്തായാലും ഇങ്ങനെ ചെയ്യില്ല. പിന്നെ ഇവിടെ ഉള്ളത് രോഹിത് ബബിതയെ മാത്രമല്ല. അവരാണോന്ന് ഉറപ്പില്ലല്ലോ അച്ഛാ. പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും ഈ വീട്ടിൽ കയറി നിന്റെ മാത്രം ഡ്രസ് കെട്ടി അത്ര വൈരാഗ്യ ബുദ്ധിയുള്ള ആരെങ്കിലും? അതെന്താണെന്നുള്ളതിന് സാക്ഷികളോ തെളിവുകളോ ഇല്ലല്ലോ അച്ഛാ. രോഹിത് ആയിരിക്കും. അവനാണല്ലോ ഈ വീട്ടിൽ നിന്നോട് ഏറ്റവും വൈരാഗ്യം. ഞാൻ ഇവിടുന്ന് പോയ ശേഷം ആരൊക്കെ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിയത്തില്ലല്ലോ അച്ഛാ. ബബിതയെ വിളിച്ചു പോയി. അച്ഛാ, ചിലപ്പോ എന്നോടുള്ള ദേഷ്യം തീർത്തായിരിക്കും. അതങ്ങനെ തീർന്നെങ്കിൽ ഇനി ചോദ്യം പറച്ചിലും വേണോ? പോട്ടെ എന്ന് വെക്കാം. നീ എന്നതാ മോളെ പറയുന്നത്? ഇതൊക്കെ അങ്ങനെ വെറുതെ വിടാൻ പാടും? അഹങ്കാരത്തിന്റെ അങ്ങേയറ്റമല്ലേ ഇത്? അച്ഛൻ ചോദിച്ച വിവരം അറിഞ്ഞിട്ട് അവള് ചെയ്തതാണെങ്കിൽ ഉപദേശിച്ചാൽ മാത്രം മതി, ശിക്ഷിക്കാൻ. കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷയും വേണം. അച്ഛന് പെട്ടെന്ന് ദേഷ്യം വരും, അതാ പ്രശ്നം. നമുക്ക് നാളെ ചോദിച്ചാ പോരെ? പോരാ, എനിക്ക് ഇപ്പൊ തന്നെ വിവരം അറിയണം. ഇത് കണ്ടിട്ട് എനിക്ക് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും. അച്ഛാ, അതില് പലതും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. ഞാനിവിടെ വന്നിട്ട് വണ്ണം കൂടി പോയില്ലേ? അലീന, നീ പോയി ബബിതയോട് വരാൻ പറ, ഞാൻ അവളോട് സംസാരിക്കട്ടെ. അവളെ കുറ്റം സമ്മതിച്ച അച്ഛൻ എന്ത് ചെയ്യും? കൊടുക്കും ഞാൻ അവളെ ചേർത്ത്. ഡ്രസ് മുഴുവൻ മുറിച്ചിട്ടേക്കും. കൊച്ചുകുട്ടിയാണെങ്കിൽ കളിച്ചെന്ന് വിചാരിക്കാം. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. കരുതി കൂടി ചെയ്ത് വിവരവും വിദ്യാഭ്യാസം ഉള്ളവളല്ലേ ഈ ആഭാസനം കാണിച്ചു വെച്ചിരിക്കുന്നു. അച്ഛൻ അവളെ അടിക്കരുത്. അതുകൊണ്ട് ഒരു ഫലവും ഇല്ല. അവൾ ഒന്നുകൂടെ റിബലാവത്തേ ഉള്ളൂ. അകന്ന് പോകുന്നവരെ അടുപ്പിക്കാനല്ലേ അച്ഛൻ നോക്കണ്ടേ? നീ പോയി അവളെ വിളിച്ചോട്ടോ. ചെല്ല്. അച്ഛാ, പ്ലീസ് സൗമ്യമായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. നീ എന്നെ പഠിപ്പിക്കണം. ഇല്ല, ഞാൻ പറഞ്ഞേക്കും. ബബിതേ, ബബിതേ അച്ഛൻ വിളിക്കുന്നു. ബബിതേ, അച്ഛൻ വിളിക്കുന്നു. അച്ഛൻ ദേഷ്യത്തിലാണോ ചേച്ചി? ആയിരുന്നു. ഞാനൊന്ന് മയപ്പെടുത്തി. അടി കിട്ടിയാനെ. ഒരടി അത്യാവശ്യം ബബിതേച്ചി. അങ്ങോട്ട് കയറി തർക്കുത്തരൊന്നും പറയാതിരുന്നാ മതി. കേറുവാ, ഇതൊക്കെ ആരാ ചെയ്തതെന്ന് നിനക്കറിയാം. നിന്നോടാണ് ചോദ്യം. ഈ റൂമിൽ ഇപ്പൊ വേറെ ആരും ഇല്ല. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കണോ? ഇത് ആര് വെട്ടി നശിപ്പിച്ചു? ഒരെണ്ണമല്ല, കുറെ ഉണ്ട് ഇങ്ങനെ. നിനക്കറിയാം ഇതാരാ ചെയ്തതെന്ന്? അറിയാം. അറിയാം. ആരാ? ഞാൻ തന്നെയാ. ഞാൻ തന്നെയാ. നിന്റെ ചെകിടടിച്ച് പൊട്ടിക്കാനടി വേണ്ടത്? അച്ഛൻ അടിക്കണമെങ്കിൽ അടിച്ചോ, ഞാൻ അടി വാങ്ങിച്ചോളാം. നിനക്ക് എന്തിന്റെ കേടായിരുന്നു ഇതിങ്ങനെ വെട്ടി നശിപ്പിച്ചേ? പറ. അവള് കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് ഉണ്ടാക്കിയ കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ ഡ്രസ് അല്ല? നീ പകരം വാങ്ങിക്കോട്ടെ. എനിക്ക് അവളോട് ഭയങ്കര ദേഷ്യം വന്നിട്ട് ചെയ്തതാ. നിനക്ക് ഇതിന് അച്ഛനോട് ദേഷ്യം? പറയടി, ദേഷ്യം ഇല്ലേ? ഉണ്ട്. അപ്പൊ നീ പോയി കുറച്ച് പെട്രോൾ വാങ്ങിച്ചോണ്ട് വന്ന് എന്റെ തലയിലോട്ട് ഒഴിച്ച് കത്തിക്ക്. ദേഷ്യം തീർക്കണ്ടേ നിനക്ക്? അച്ഛൻ അവളെ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നിടത്തോളം എനിക്ക് അച്ഛനോട് അവളോടുള്ള ദേഷ്യം തീരത്തില്ല. അങ്ങനെ ദേഷ്യമുള്ള മകളാണെങ്കിലേ അച്ഛൻ വാങ്ങി തന്ന ഡ്രസ്സ് ഇടരുത്. അലീനെ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കരുത്. അച്ഛൻ വാങ്ങിച്ചു തന്ന കട്ടിലും മെത്തയും ഉപയോഗിക്കരുത്. അച്ഛൻ പണിയെടുപ്പിച്ച വീട്ടിൽ താമസിക്കരുത്. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ താമസിക്കത്തില്ല. അമ്മ ഉരുട്ടി തരുമ്പോഴല്ലേ അത്? ഇതുവരെ ഉരുട്ടിയില്ലല്ലോ, ഉരുട്ടിക്കൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഓൾ അമ്മയുടെ കൂടെ പോകുന്നത് വരെ ഈ വീട്ടിലെ അച്ഛന്റെ ചിട്ടകളും മര്യാദകളും പാലിച്ച് ജീവിക്കുക. ഈ വീട്ടിൽ ഇനി മേലിൽ ഇതുപോലുള്ള വൃത്തികേട് കാണിച്ച് ഇങ്ങനെ ആയിരിക്കില്ല എന്റെ ചോദ്യം പറഞ്ഞു. തവണത്തിലൂടെ ഞാൻ ചോദിച്ചിരിക്കും. എനിക്ക് നാളെ നീ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി ഒരു 3 ജോഡി ഡ്രസ്സ് എടുത്തോണ്ട് അലീനയ്ക്ക് കൊടുക്കും. എനിക്ക് പറ്റത്തില്ല. നിനക്ക് പറ്റും. ഈ വീട്ടിൽ എന്റെ മകളായിട്ട് ജീവിക്കണമെങ്കിൽ എന്നെ അനുസരിച്ചാ പറ്റും. നാളെ രാവിലെ പോയി അലീനയ്ക്ക് ഡ്രസ്സ് എടുത്തോണ്ട് കൊടുത്തിട്ട് കോളേജിൽ പോയാൽ മതി. നീ
പിശുക്കത്തി ഒരെണ്ണോ? അതെന്നെ കത്തിയ പിശുക്കത്തി പേനെ കത്തിയേക്കാളും ചെറുതാണ്. പൊടി ചളി പറയാ. രണ്ടുപേര് ചേർന്നുള്ള ഒത്തുകളിയായിരുന്നല്ലേ? ഒത്തുകളിയോ? ഒത്തുകളിച്ചിട്ട് എന്നായിട്ടാനാ? നീ എന്റെ അനുജത്തിയല്ലേടി? നീ എന്റെ കൂടെ അല്ലേ നിക്കണ്ടേ? അവളുടെ കൂടെ ചേർന്ന് എന്നെ ഒറ്റ കൊടുക്കാൻ നിക്കാണല്ലേ? ഞാൻ അലീന ചേച്ചിയുടെ അനിയൻ. ചേച്ചി ദ്രോഹിക്കുന്നവർക്ക് ഞാൻ കൂട്ടു നിൽക്കണം. അലീന ചേച്ചി ബബിതേച്ചി ഉപദ്രവിക്കാൻ വന്നില്ലല്ലോ. വന്നോ? എനിക്കറിയാം എന്നാ ചെയ്യണോന്ന്. ഞാൻ കാണിച്ചുതരാം. എനിക്കെതിരെ നീ എന്നതൊക്കെ പറഞ്ഞു കൊടുത്തു അച്ഛൻ്റെ അടുത്ത്? നിനക്കെതിരെ ഞാൻ ഒരു അക്ഷരം പോലും സംസാരിച്ചില്ല. എനിക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൂടി നിനക്ക് പറഞ്ഞോളാൻ മേലായിരുന്നോ? നിനക്ക് തിരുത്താൻ ഒരവസരം കൂടി തന്നത്. നീ എന്നെ തിരുത്താനോ നന്നാക്കാനോ നോക്കണ്ട. അവസാനം ഞാനേ ഉണ്ടാവത്തുള്ളൂ. എന്റെ ജീവിതം നശിച്ച് നാശകോശമായി പോയാലും നിന്റെ സഹായം തേടി വരത്തിലെടി പിശാശ്. നീ എന്താണ് പറയുന്നതെന്നും ആരോടാ പറയുന്നതെന്നും നിനക്കറിയത്തില്ലല്ലോ മോൾ. എനിക്കറിയണ്ട ആശ. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാവോ? ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇത് ജീവിച്ചു പോകട്ടെ. അവളുടെ കലിപ്പുണ്ടോ? എന്നത് ചേച്ചിയും കൂടി. ഞാൻ എറണാകുളത്ത് നിന്ന് വന്ന് കയറിയപ്പോ ഒരുത്തൻ ഇവിടെ ഉണ്ടായിരുന്നു. തേനീച്ച കൂട് പോലെ മുടിയുള്ള ഒരുത്തൻ. കണ്ടാ ഭ്രാന്തനാണെന്ന് തോന്നും. ബബിതേച്ചി ഹോസ്പിറ്റലിൽ പോയി അമ്മയെ കാണാൻ വേണ്ടിയാണല്ലോ കോളേജിൽ പോലും പോകാണ്ടിരുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോ വാതിൽ പൂട്ടിയിട്ടിരിക്കുക. തുറന്നപ്പോ ഭയങ്കര പരുങ്ങല്. അപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഇവിടെ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചപ്പോ ആരുമില്ല. എന്നെ മെഡിക്കൽ സ്റ്റോറിലോട്ട് പറഞ്ഞയക്കാൻ നോക്കൂ. എന്നിട്ട് അപ്സ്റ്റേറിൽ ആരോ നീങ്ങുന്ന പോലെ കണ്ടിട്ട് ഞാൻ മുകളിൽ ചെന്ന് നോക്കുമ്പോ അവൻ ഒളിച്ചു നിൽക്കുന്നു. അപ്പൊ തന്നെ ഞാൻ അവനെ ഓടിച്ചോടുന്നു. അവൾ അവന്റെ കൂടെ പോകാൻ ഇറങ്ങിയതാ. ഞാൻ പിടിച്ചു നിർത്തി. കഷ്ടം. ബബിതേച്ചി കൈവിട്ട് പോയല്ലേ ചേച്ചി. എവിടെ വരെ പോയിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ഏത് അച്ഛൻ വരെ പോയിരുന്നാലും നമുക്ക് അവളെ തിരിച്ചു പിടിക്കണം. സാരമല്ല മോളെ, ഞാനുണ്ടല്ലോ. ഹലോ ഹലോ നിന്റെ മറ്റേ ഫോൺ എവിടെയാ? അത് വീട്ടിൽ വെച്ചേക്കുവാ. ഞാനിപ്പോ പുറത്തേക്കുവാ. പുറത്തെവിടെ? ചോബി മാത്തന്റെ കൂടെ. അവനുണ്ടോ കൂടെ? നന്നായി. എടാ ഞാനൊരു പ്ലാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫൈനലായിട്ടില്ല. നമ്മളെല്ലാരും കൂടി ഒന്നുകൂടെ ആലോചിക്കണം. എപ്പോഴാണെന്ന് പറഞ്ഞാ മതി. നമുക്ക് വൈകുന്നേരം കാണാം. ആ ജോമൻ കോപ്പനോടും കൂടി ഒന്ന് പറഞ്ഞേക്കാവോ? അതോ ഞാൻ തന്നെ വിളിച്ച് പറയണോ? ഞാൻ പറഞ്ഞോളാം. നീ ഇപ്പൊ എവിടെ? വീട്ടില്. എന്താ നിന്റെ പ്ലാനിങ്? ഒരു ക്ലൂത. ആ റബ്ബത്തോട്ടത്തിലെ വീട്ടില്. അത് ജോമോന്റെ വീട്. എടാ അത് ജോമോന്റെ അല്ലല്ലോ, അബിയുടെ മാമന്റെ അല്ലേ? എടാ ജോമോന്റെ ആണെന്ന് സങ്കല്പിക്കും. സങ്കല്പിച്ചു. ജോമോന്റെ ബർത്ത്ഡേ കൂട്ടുകാരെല്ലാം വിളിച്ചേക്കുന്നു വീട്ടിലേക്ക്. അതും സങ്കല്പിച്ചു. ഞാനും ശരണയും ഒരു ബൈക്കിൽ വരും. അവിടെ ജോമോന്റെ പപ്പ, മമ്മി, ജോമോന്റെ സിബ്ലിങ്സ്, അങ്ങനെ കുറെ പേര് ആൾറെഡി ഉണ്ട്. അതിന് ജോമോന്റെ പപ്പയും മമ്മിയും അവിടെ ഇല്ലല്ലോ. എടാ പൊട്ട, അതും നീ സങ്കല്പിച്ചാ മതി. ഓക്കെ അതും സങ്കല്പിച്ചു കഴിഞ്ഞു. അപ്പൊ ആ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ, നീ, ജോമോൻ, ഡേവിഡ്, പിന്നെ അവനും വരും റോഹിത്. നമ്മൾ 5 പേരും. നടുക്കൊരു പൂച്ചക്കുട്ടി ശരണ്യ. അടിപൊളി. എന്നിട്ട് സംഭവം ഞാൻ കൊണ്ടുവരാം. കോളേജിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പരീക്ഷിച്ച് നോക്കിയതാ. സംഭവം സ്ട്രോങ് ആ. എടാ സംഗതി ത്രില്ലിങ്ങാ. പക്ഷെ അവളെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. ഫോട്ടോസും വീഡിയോസും എടുത്ത് ഫ്ലാഷ് ആക്കൊന്ന് ഭീഷണിപ്പെടുത്തിയാൽ മതി. അതോടെ അടങ്ങിക്കോളും. നല്ല പോലെ ആലോചിക്കേണ്ട വിഷയമാണ്. അതാ പറഞ്ഞത്. വൈകുന്നേരം കാണാൻ റെഡിയല്ലേ? ഓക്കേടാ. ഓക്കെ. എടാ ഏതെങ്കിലും പെണ്ണ് എല്ലാം സമ്മതിച്ചുകൊണ്ട് നമ്മളെ വിളിക്കുന്നിടത്ത് വരൂ. ഇത് കൊടുത്താലൊന്നും എന്റെ ദേഷ്യം തീരത്തില്ല. എടി നിന്നെയൊക്കെ ഓർത്തിട്ട് ഞാൻ ഈ കുടുംബ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും അടിച്ച് പുറത്തിറക്കിയിട്ട് വീടും പൂട്ടി ഞാൻ എങ്ങോട്ടെങ്കിലും പോയനെ. കൂടുതൽ എന്നെ പരീക്ഷിക്കരുത്. മനസ്സിലായോ? അവൾക്ക് ദേഷ്യം കൂടിയിട്ടല്ലേ ഉള്ളൂ. നേരത്തെ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയായി. എന്നോടുള്ള ശത്രുത അച്ഛൻ കണക്കാക്കണ്ട. പക്ഷെ അവളുടെ പോക്കുവരവ് അച്ഛൻ